ഹലോ, വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് ദോശ, ഇഡ്ഡലി, പിന്നെ സ്നാക്സ്, ഈവൻ ചോറിലേക്ക് പോലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്, സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത്. വെളിച്ചെണ്ണ ചേർത്താലാണ് ആ ചമ്മന്തിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ മൂക്കാനായിട്ട് നിൽക്കണ്ട, കാരണം നമ്മൾ ഇതിൽ ഇനി സവാളയും തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പതിയെ നന്നായി മൂത്ത് വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമാണ് എരിവിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 5-6 എണ്ണം ഇടാം. ഇപ്പം ഞാൻ ഒരു നല്ലൊരു കളറിനായിട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ വറ്റൽമുളക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദോശൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചമ്മന്തി ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ആ ദോശൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുക്കായി വരണമെന്നൊന്നുമില്ല. അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമല്ലോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ സവാള ഇതുപോലെ അരിഞ്ഞാൽ മതി. ഇങ്ങനെ നൈസായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണത് വരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തുള്ളത്. അപ്പോൾ തക്കാളി സവാള പോലെ കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം നമ്മളിട്ട് വഴറ്റി കൊടുക്കണം. കാരണം അതിനൊരു പച്ച സ്മെല്ല് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ഇട്ടതിനേക്കാളും ഒരല്പം നേരം കൂടുതൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇത്രയും കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇതിലേക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഈ മിക്സ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ടേസ്റ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി ദോശയിലേക്ക് മാത്രമല്ല, നമ്മൾ ഈവനിങ് സ്നാക്സ് ഇല്ലേ, നമ്മൾ കഴിക്കുന്ന ഈ ബജ്ജി പോലുള്ള സ്നാക്സിൽക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.